എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 1-ാമത്തെ സർഗത്തിലെ 35 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. അനുഷ്ടുപ്പ് വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന ഈ ചെറിയ ശ്ലോകങ്ങളിൽ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ശ്രീരാമനും ലക്ഷ്മണനും കൂടി കാട്ടിലേക്ക് പോയി അവരെ പിന്തിരിപ്പിക്കാൻ, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ശ്രീരാമനെ രാജ്യത്തിൽ വീണ്ടും അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഭരതൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകം നിർത്തിയത്. നമുക്കാദ്യം 35-ാമത്തെ ശ്ലോകം നോക്കാം. ഗത്വാതു സമഹാത്മാനം രാമം സത്യപരാക്രമം അയാചത് ഭ്രാതരം രാമമാര്യഭാവ പുരസ്കൃത. ആ ഭരതൻ രാമനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി എന്ന് പറയുകയാണ്. അതാണ് സമഹാത്മാനം സത്യപരാക്രമം ഭ്രാതരം രാമം. രാമം രാമം എന്നുള്ളത് 2 തവണ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആദ്യത്തെ രാമൻ എന്നുള്ള പദത്തിന് ജനങ്ങളെ മുഴുവനും രഞ്ജിപ്പിക്കുന്നവൻ, ജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുന്നവൻ എന്നൊരർത്ഥം. രണ്ടാമത്തെ രാമം എന്നുള്ള ആ പദത്തിന് രാമൻ എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ജനങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായ, സത്യസന്ധനായിട്ടുള്ള അങ്ങനെയുള്ള രാമനെ എന്നാണ്, അങ്ങനെയാണ് അന്വയിക്കേണ്ടത്. അപ്പോൾ സഗത്വ, ആ ഭരതൻ പോയിട്ട് കാട്ടിലേക്ക് എത്തിയിട്ട്, മഹാത്മാനം രാമം സത്യപരാക്രമം ഭ്രാതരം രാമം, മഹാത്മാവായിട്ടുള്ള ജനങ്ങളെ മുഴുവനും രഞ്ജിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, രമിപ്പിക്കുന്ന, അതുപോലെ തന്നെ സത്യമായ പരാക്രമത്തോടു കൂടിയവൻ. മറ്റുള്ളവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, പരൻ എന്നുള്ളതിന് മറ്റുള്ളവരെ അല്ലെങ്കിൽ ശത്രുക്കളെ വധിക്കുക, അതിൽ വളരെ സത്യസന്ധമായിട്ട് നടപടികൾ എടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സത്യപരാക്രമ എന്നുള്ള വാക്ക്. അങ്ങനെയാണ് ശ്രീരാമൻ അതൊരു വിശേഷണമായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സത്യപരാക്രമനായ, സത്യസന്ധമായിട്ട് യുദ്ധം ചെയ്യാനും മടിയില്ലാത്തവനായ അങ്ങനെയുള്ള സഹോദരനായ രാമനോട്, ഭ്രാതരം രാമം ആര്യഭാവ പുരസ്കൃത ആര്യഭാവ പുരസ്കൃത, അതായത് തൻ്റെ ജ്യേഷ്ഠനോടാണ് താൻ യാചിക്കുന്നത് എന്നുള്ള ആ ഒരു ഉള്ളിൽ അങ്ങനെ ഒരു വിചാരത്തോടു കൂടിയിട്ട് മഹാനുഭാവനായിട്ടുള്ള ആ ഭരതൻ ഇപ്രകാരം അയാചത്, എന്താണ് യാചിച്ചത്? അങ്ങ് തന്നെയാണ് ഇപ്പോഴും രാജാവ്, രാജ്യം വീണ്ടെടുക്കണം, കാട്ടിലേക്ക് പോവരുത് എന്നുള്ള യാചനയുമായിട്ടാണ് ഭരതൻ കാട്ടിലേക്ക് എത്തിയത്. അതാണ് അങ്ങനെയുള്ള രാമനോട് ഭരതൻ അയാചത്, യാചിച്ചു എന്നർത്ഥം. എന്താണ് യാചിച്ചത്? അതാണ് 36-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ത്വമേവ രാജാ ധർമ്മജ്ഞ ഇതി രാമം വചോബ്രവീത് രാമോപി പരമോദാരസുമുഖസ്സു മഹായശാഃ. ഇനി 37-ാമത്തെ ശ്ലോകം അതും കൂടി ചേർത്ത് പറയാം. ന ചൈച്ഛത് പിതുരാദേശാദ് രാജ്യം രാമോ മഹാബല പാതുകേ ചാസ്യ രാജ്യായ ന്യാസം ദത്വാ പുനഃ പുനഃ. ഇവിടെ ഭരതൻ പറയണതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഒരു വരി അത് മാത്രമേ ഉള്ളൂ. അതായത് ചുരുക്കിയാണല്ലോ കഥ പറയണത്. നാരദൻ വാൽമീകിയോട് കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ചുരുക്കി പറയാണ്. അതുകൊണ്ടാണ് രാമൻ്റെ പത്നി വളരെ സത്യസന്ധയും പതിവ്രതാരത്നവുമായിട്ടുള്ള സീത ജനകൻ്റെ പുത്രിയാണ് എന്നൊക്കെ പറയണത്. ഇവിടെ ആദ്യമായിട്ടാണ് ഒരു പരാമർശം വരണത് സീതയെ പറ്റിയിട്ട്. അല്ലെങ്കിൽ വാൽമീകിക്ക് ഇത് അറിയോ എന്നുള്ളത് അറിയില്ല. മാത്രമല്ല വാൽമീകിക്ക് ആരെ പറ്റിയിട്ടും കൃത്യമായിട്ട് അറിയില്ലല്ലോ. തനിക്കൊരാളെ വർണ്ണിക്കണം, ഉത്തമനായിട്ടുള്ളൊരു പുരുഷനാവണം എന്ന് പറഞ്ഞപ്പോഴാണ് നാരദൻ ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ രാമൻ എവിടെയുള്ള ആളാണ്, ആരൊക്കെ ഉണ്ട് സഹോദരങ്ങൾ, ഭാര്യ ആരാണ്, എന്താണ് ഓരോരോ കാലഘട്ടത്തിലും സംഭവിച്ചതെന്ന് ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഈ കഥ വിസ്തരിച്ച് തന്നെയാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് വാൽമീകി രാമായണം എന്ന് പറയുന്ന തൻ്റെ ആ മഹാകാവ്യത്തിലേക്ക്, ആദികാവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ആമുഖമാണ്. നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആമുഖം. നമുക്കിതിൽ പല കാര്യങ്ങളും ഇത്രയ്ക്കൊക്കെ പറയണോ അല്ലെങ്കിൽ ഇത്ര പറഞ്ഞാൽ മതിയോ എന്നൊക്കെ സംശയം തോന്നാം. പക്ഷേ നാരദൻ ഒരു ആദ്യമേ തന്നെ ശ്രീരാമനെ കുറിച്ച് അല്ലെങ്കിൽ ശ്രീരാമൻ്റെ കുടുംബത്തെ പറ്റിയിട്ട്, ശ്രീരാമൻ്റെ പ്രവൃത്തികളെ പറ്റിയിട്ടൊക്കെ ഒരു ചിത്രമുണ്ടാക്കി കൊടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയണത്. ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു, ത്വമേവ
ധർമ്മജ്ഞ രാജ ത്വമേവ രാജ, ഹേ ധർമ്മജ്ഞ, അല്ലയോ ധർമ്മജ്ഞനായിട്ടുള്ള ശ്രീരാമ, ഭ്രാതാവേ, സഹോദര, ത്വം ഏവ രാജ, അങ്ങ് തന്നെയാണ് ഇപ്പോഴും അയോധ്യയുടെ രാജാവ്. ഇതി രാമം വച അബ്രവീത്, ഇപ്രകാരം രാമനോട് വാക്കുകൾ പറഞ്ഞു. മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ട് രാജ്യം അങ്ങയുടെ തന്നെയാണ് എന്ന് ഭരതൻ ഉറപ്പിച്ചു പറയുക ചെയ്തത്. അപ്പോൾ രാമൻ എന്താ ചെയ്തത്? പരമോദാര സുമുഖ സുമഹായശാഹ രാമ അഭി, പരമ ഉദാരനാണ്. അതായത് ഉദാര മനസ്ഥിതി, മനസ്സിന് വളരെ ഔദാര്യമുള്ളവനാണ്. മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ഉദാരൻ എന്ന് പറയുന്നത്. ഉദാരമനസ്കനാണ്. അതുപോലെ തന്നെ സുമുഖനാണ്, കണ്ടാൽ അതിസുന്ദരനാണ്. ആ മനസ്സിൻ്റെ ഔദാര്യവും നന്മയും ഒക്കെ മുഖത്തും കാണാനുണ്ട്. അതുകൊണ്ടാണ് സുമുഖനാവുന്നത്. മാത്രമല്ല സുമഹായശാഹ, നല്ല യശസ്വിയുമായിട്ടുള്ള ആ ശ്രീരാമൻ, രാമോബി, രാമനാകട്ടെ, രാമനും അതാണ് രാമോബി ന ചൈച്ഛത് പിതുരാദേശാത് രാജ്യം രാമോ മഹാബല. എന്താണ് സംഭവിച്ചത്? രാമനും ആ രാജ്യത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിതുഹു ആദേശാത് രാജ്യം ന ച ഐച്ഛത്, അച്ഛൻ പറഞ്ഞതല്ലേ കാട്ടിലേക്ക് പോവാൻ. അച്ഛൻ പറഞ്ഞതോ അമ്മ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞതോ ഏതായാലും അച്ഛനാണ്, അച്ഛൻ്റെ വാക്കുകളാണ് എന്നുള്ള രീതിയിലാണ് അത് ശ്രീരാമൻ സ്വീകരിച്ചത്. അപ്പോൾ അച്ഛൻ്റെ സത്യമാണ് നിറവേറേണ്ടിയിരുന്നത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാണ്. ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യം ചെയ്തത് നിമിത്തം രാമന് രാജ്യത്തിനോട് ഒട്ടും മോഹം ഉണ്ടായിരുന്നില്ല. ഇത്തിരിയെങ്കിലും മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഭരതൻ പറയുമ്പോൾ തന്നെ ഏറ്റെടുത്ത് തിരിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഉദാരനാണ്, അതുപോലെ തന്നെ സത്യസന്ധനാണ് എന്നുള്ളതൊക്കെ കൊണ്ട്, അച്ഛൻ്റെ സത്യം പരിപാലിക്കാനുള്ളത് കൊണ്ട് രാമനും ആ രാജ്യത്തിൽ ഒട്ടും മോഹമുണ്ടായില്ല. അതാണ് പിതുഹു ആദേശാത്, അച്ഛൻ്റെ നിർദ്ദേശമുള്ളത് കൊണ്ട് മഹാബല രാമ, മഹാബലനായിട്ടുള്ള ആ രാമനും എന്തുണ്ടായില്ല? രാജ്യം ന ച ഐച്ഛത്, ആ രാജ്യത്തിനോട് ഒട്ടും മോഹമുണ്ടായില്ല, ഇച്ഛ ഒട്ടുമുണ്ടായില്ല. എന്നിട്ട് രാമൻ എന്താ ചെയ്തത്? പുനഃ രാജ്യായ പാതുകേ ന്യാസം ദത്വ പുനഃ ഭരതൻ നിവർത്തയാമാസ. അത് അടുത്ത ശ്ലോകത്തിലാണ് കിടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ആ രാജ്യത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് താൻ ഇടപെട്ടില്ലെങ്കിൽ അതൊക്കെ നടക്കും എന്നറിയാം. എന്നാലും ഭരതന് ഒരു ആശ്വാസം വേണമല്ലോ. ചോദിച്ചിട്ട് താൻ തിരിച്ചു ചെന്നില്ല, ഒന്നും തന്നില്ല. ഏട്ടൻ ഇങ്ങനെയൊക്കെ ആയോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ 2 ചെരുപ്പുകൾ, അതാണ് പാതുകേ, 2 ചെരുപ്പുകൾ എന്തായിട്ട് കൊടുത്തു? ന്യാസം. ന്യാസം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന മുതൽ, അതിനെയാണ് ന്യാസം എന്ന് പറയാം. ആ ന്യാസം അവിടെ കൊണ്ടുവച്ചിട്ട് ഇതാണ് ജ്യേഷ്ഠൻ തന്നത്, അതിനെ വേണ്ടതുപോലെ ഭക്തിയോടുകൂടി കണ്ടിട്ട് രാജ്യം ഭരിച്ചോളാൻ പറഞ്ഞു. ഇത് തന്നെയാണ്, നിന്റെ ജ്യേഷ്ഠൻ തന്നെയാണ് ഈ പാതുകങ്ങളിലൂടെ അവിടേക്ക് വരുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ ഭരതൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ പാതുകങ്ങൾ കൊടുത്തു വിട്ടത്. അതാണ് പാതുകേ അസ്യ രാജ്യായ ന്യാസം ദത്വ പുനഃ. പിന്നീട് എന്ത് ചെയ്തു? അത് അടുത്ത ശ്ലോകത്തിൽ 38ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, നിവർത്തയാമാസ തതോ ഭരതം ഭരതാഗ്രജ സകാമമനവാപ്യൈവ രാമപാദാവുപസ്പൃശൻ. അങ്ങനെ ഭരതാഗ്രജ ഭരതം നിവർത്തയാമാസ, ഭരതൻ്റെ ജ്യേഷ്ഠൻ ഭരതനെ തിരിച്ചയച്ചു. ഭരതാഗ്രജൻ ശ്രീരാമൻ ഭരതനെ വേണ്ട വിധം അറിഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരതാഗ്രജൻ എന്ന് തന്നെ വാൽമീകി പ്രയോഗിച്ചത്. ഭരതൻ എന്താവും ആഗ്രഹിക്കുന്നത്? എങ്ങനെയെങ്കിലും തൻ്റെ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ ചെന്നിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എങ്കിലും ഏട്ടൻ തന്നെ പരിഗണിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ചെരുപ്പുകൾ കൊടുത്തയക്കുകയാണ് ചെയ്തത്. ആ പാതുകങ്ങളുമായിട്ട് ഭരതൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. അതാണ് സകാമം അനവാപ്യ ഏവ. ആ ഭരതൻ കാമം അനവാപ്യ, കാമം എന്ന് പറഞ്ഞാൽ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നില്ല എങ്കിലും അനവാപ്യ, ആഗ്രഹിച്ചത് ഭരതന് കിട്ടിയില്ല, ഏട്ടൻ തിരിച്ചു വന്നില്ല എങ്കിലും പിന്നെന്താണ് ഉണ്ടായത്? രാമപാദവും ഉപസ്പൃശൻ, രാമൻ്റെ പാദങ്ങളെ നമസ്കരിച്ചിട്ട് കാല് തൊട്ട് വന്ദിച്ചിട്ട് തിരിച്ചു പോവാണ് ഉണ്ടായത്. അപ്പോൾ ജ്യേഷ്ഠൻ വന്നില്ല, ജ്യേഷ്ഠൻ്റെ 2 പാതുകങ്ങളുമായിട്ട് ജ്യേഷ്ഠനെ കാല് തൊട്ട് വന്ദിച്ച് ഭരതൻ
തിരിച്ച് കൊട്ടാരത്തിലേക്ക് അയോധ്യയിലേക്ക് പോയി. പക്ഷേ അയോധ്യയിലേക്ക് തിരിച്ച് ഇവരെല്ലാവരും ദശരഥനും ശ്രീരാമനും ഒക്കെ ഏതൊരു കൊട്ടാരത്തിലായിരുന്നോ ഒരുമിച്ച് താമസിച്ചിരുന്നത്, എവിടെ ഇരുന്നാണോ രാജ്യം ഭരിച്ചത്, അവിടേക്കല്ല പോയത് എന്നാണ് പറയണത്. അത് അടുത്ത ശ്ലോകങ്ങളിലാണ് പറയുക. നമുക്ക് 39ാമത്തെ ശ്ലോകം നോക്കാം. നന്ദിഗ്രാമേ കരോദ് രാജ്യം രാമാഗമനകാംക്ഷയാ ഗതേതു ഭരതേ ശ്രീമാൻ സത്യസന്ധോ ജിതേന്ദ്രിയ. 40 കൂടി പറഞ്ഞ് ആ ഒരു ഭാഗം പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. രാമസ്തു പുനരാലക്ഷ്യ നാഗരസ്യ ജനസ്യ ച തത്രാഗമനമേകാഗ്രോ ദണ്ഡകാൻ പ്രവിവേശഃ. അങ്ങനെ ഭരതനെ തിരിച്ചയച്ചു. ഭരതൻ എവിടേക്കാണ് പോയത്? നന്ദിഗ്രാമേ, അയോധ്യയിലേക്ക് എത്തിയില്ല, അതിന് കുറച്ച് മുമ്പുള്ള ഒരു പ്രദേശം. ആ സ്ഥലത്തിൻ്റെ പേരാണ് നന്ദിഗ്രാമം എന്ന്. ആ നന്ദിഗ്രാമത്തിൽ ചെന്നിട്ട് രാമ ആഗമനകാംക്ഷയ രാജ്യമകരോത്. രാമൻ എന്നെങ്കിലും തിരിച്ചു വരും, അതായത് കാട്ടിലെ വാസമൊക്കെ മതിയാക്കിയിട്ട് 14 വർഷത്തേക്ക് തന്നെയാണ് പോയതെങ്കിലും അത്രയ്ക്കൊന്നും പിടിക്കില്ലായിരിക്കും, ചിലപ്പോൾ നേരത്തെ വന്നാലോ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ 14 വർഷം കഴിയുമ്പോൾ എന്തായാലും വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, അതാണ് രാമ ആഗമനകാംക്ഷയ. ആ രാമൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഭരതൻ ആ നന്ദിഗ്രാമത്തിലിരുന്നു കൊണ്ട് രാജ്യഭരണം നിർവഹിച്ചു. അതാണ് രാജ്യം അകരോത്. അവിടെ ഇരുന്നു കൊണ്ടാണ് അയോധ്യയെ ഭരിച്ചത്. അങ്ങനെ രാജ്യത്തിൻ്റെ തലസ്ഥാനം അയോധ്യയിൽ നിന്ന് തൽക്കാലം നന്ദിഗ്രാമത്തിലേക്ക് ഭരതൻ മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ ഇരുന്ന് ഭരിക്കാൻ താൻ അർഹനല്ല എന്നുള്ളൊരു തോന്നൽ ഭരതനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നന്ദിഗ്രാമത്തിൽ മറ്റൊരു വിഭാഗത്തിൽ മറ്റൊരു പ്രദേശത്ത് വന്ന് രാജ്യം ഭരിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ ശ്രീരാമൻ എന്താ ചെയ്തത്? ഗതേതു ഭരതേ, ഭരതൻ തിരിച്ച് അയോധ്യ രാജ്യത്തിലേക്ക് പോയപ്പോൾ ശ്രീമാൻ സത്യസന്ധ ജിതേന്ദ്രിയ രാമസ്തു, ശ്രീമാനായ ലക്ഷ്മീപതിയായിട്ടുള്ള സമ്പന്നനായിട്ടുള്ള ശ്രീനിവാസനായിട്ടുള്ള എല്ലാ സമ്പത്തുക്കളും ഉള്ളവനാണ് ശ്രീരാമൻ. അതുകൊണ്ടാണ് അവിടെ ശ്രീമാൻ എന്നുള്ള വാക്ക് പ്രയോഗിച്ചത്. സത്യസന്ധനും ജിതേന്ദ്രിയൻ ഇന്ദ്രിയങ്ങളെയൊക്കെ വശത്താക്കിയവനുമായ ആ രാമൻ എന്തു ചെയ്തു? നാഗരസ്യ ജനസ്യ പുനരാലക്ഷ്യ, നാഗരസ്യ ജനസ്യ ആഗമനം, അതാണ് തത്രാഗമനം പുനഃ ആലക്ഷ്യ. ഈ കാട്ടിലേക്ക് ഇപ്പോൾ ഭരതൻ വന്നുല്ലോ, ഭരതൻ്റെ കൂടെ മറ്റു കുറച്ച് പേരൊക്കെ വന്നിരുന്നു, വസിഷ്ഠാദികളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഭരതൻ്റെ കൂട്ടത്തിൽ വന്നവരാരെങ്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ട് വീണ്ടും ശ്രീരാമനെ ഈ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരെങ്കിലും വന്നാലോ എന്ന് പ്രതീക്ഷിച്ചിട്ട്, അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് തിരിച്ചെന്തായാലും 14 വർഷം കഴിഞ്ഞല്ലാതെ കൊട്ടാരത്തിലേക്ക് പോകണില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നാഗരസ്യ ജനസ്യ ആഗമനം പ്രതീക്ഷ്യ ആലക്ഷ്യ, നഗരത്തിലെ ജനങ്ങൾ ആരെങ്കിലും വന്നാലോ എന്ന് സംശയിച്ചുകൊണ്ട് എന്തു ചെയ്തു? ദണ്ഡകാൻ പ്രവിവേശ, വളരെ ശ്രദ്ധയോടുകൂടിയിട്ട്, ഏകാഗ്രൻ എന്നുള്ളത് കൊണ്ട് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ചിന്തയുള്ളവൻ, ഇപ്പോൾ വനവാസമാണ്, ആ വനവാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവനായിട്ടുള്ള രാമൻ അവിടെ നിന്ന്, ഇപ്പോൾ എവിടെയാണോ താമസിച്ചത് അവിടെ നിന്ന് കൂടുതൽ ഉൾക്കാടുകളിലേക്ക്, ആ കാടിൻ്റെ പേരായിരുന്നു ദണ്ഡകം എന്ന്. ദണ്ഡകാൻ എന്ന് ബഹുവചനത്തിൽ പറയുന്നത് ഒരു ചെറിയ പ്രദേശമൊന്നുമല്ല, കുറേ അധികം ഭാഗങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കണോണ്ടാണ് ദണ്ഡകാൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ദണ്ഡകം എന്ന പേരുള്ള കൊടുങ്കാട്ടിലേക്ക് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടിയിട്ട് പ്രവേശിച്ചു. അപ്പോൾ ജനങ്ങൾ ആരും ഇനി വരണ്ട, ഇവരെ കാണാനില്ല, പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വന്നാൽ ഇവരെയൊക്കെ ഏത് വഴിക്ക് പോയി എന്നുള്ളത് കാണാത്തത് കൊണ്ട്, ഈ ശ്രീരാമൻ മുതലായിട്ടുള്ളവരെ കാണാതെ വന്നാൽ പിന്നെ ആരും അതിൻ്റെ പുറകെ പോവില്ല. എവിടേക്കാണ് പോയിട്ടുണ്ടാവുക, ഏത് വനപ്രദേശങ്ങളിലേക്കാണ് പോയിട്ടുണ്ടാവുക. മാത്രമല്ല എളുപ്പമൊന്നുമല്ല, ഈ നഗരത്തിലും ഗ്രാമത്തിലും ഒന്നും നടക്കണ പോലെയല്ല കാട്. അവിടെയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവർ 3 പേരും മാത്രമേ ഉള്ളൂ. വലിയൊരു ജനസഞ്ചയമാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ ഇത് കൊടുങ്കാടാണ്, വന്യമൃഗങ്ങളുണ്ടാവും, രാക്ഷസന്മാരുണ്ടാവും. അപ്പോൾ പേടിച്ചിട്ട് പിന്നെ ആരും വരില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടിയിട്ട് കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള കാട്ടിലേക്ക്, ദണ്ഡകം എന്ന പേരുള്ള കാട്ടിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 40ാമത്തെ ശ്ലോകം നിർത്തുകയാണ്. നമുക്ക് ഇന്ന് പഠിച്ച ഈ 6 ശ്ലോകങ്ങൾ ചൊല്ലി നോക്കാം.
ഗത്വാ തു സ മഹാത്മാനം രാമം സത്യപരാക്രമം അയാചദ്ഭ്രാതരം രാമമാര്യഭാവപുരസ്കൃത ത്വമേവ രാജാ ധർമ്മജ്ഞ ഇതി രാമം വചോബ്രവീത് രാമോപി പരമോദാരഃ സുമുഖഃ സുമഹായശാഃ ന ചൈച്ഛത്പിതുരാദേശാദ് രാജ്യം രാമോ മഹാബലഃ പാദുകേ ചാസ്യ രാജ്യായ ന്യാസം ദത്വാ പുനഃ പുനഃ നിവർത്തയാമാസ തതോ ഭരതം ഭരതാഗ്രജ സകാമമനവാപ്യൈവ രാമപാദാവുപസ്പൃശൻ നന്ദിഗ്രാമേ കരോദ്രാജ്യം രാമാഗമനകാംക്ഷയാ ഗതേ തു ഭരതേ ശ്രീമാൻ സത്യസന്ധോ ജിതേന്ദ്രിയ രാമസ്തു പുനരാലക്ഷ്യ നാഗരസ്യ ജനസ്യ ച തത്രാഗമനമേകാഗ്രോ ദണ്ഡകാൻ പ്രവിവേശഃ. ഇനി ദണ്ഡകത്തിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.